വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബോഷ് വാഷിംഗ് മെഷീൻ്റെ ഒരു ഉപയോഗത്തെക്കുറിച്ച്, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബോഷ് വാഷിംഗ് മെഷീൻ ഇപ്പോൾ 2023 മോഡലാണ് ഈ ബോഷ് വാഷിംഗ് മെഷീൻ. ഇത് കമ്പനി ഇപ്പോൾ 2022 ഈ ഗ്ലാസ് ലിഡ് ഇറക്കിയത് ബോഷിൻ്റെ. ഇത് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടാണ് ലിഡ് വരുന്നത്. നമ്മൾ അഥവാ തുറന്നാലും നമ്മൾ തുണികൾ അതിൻ്റെ ഉള്ളിലോട്ട്, മെഷീൻ്റെ ഉള്ളിലോട്ട് ഇടുമ്പോൾ നമ്മുടെ കയ്യിൽ വന്ന് അടയൂല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതാ ഇങ്ങനെ വന്ന് അടയേ ചെയ്യുള്ളൂ. നമ്മുടെ കയ്യിൽ വന്ന് തട്ടുകയൊന്നും ചെയ്യൂല. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ ബോഷിൻ്റെ ലോഗോ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത് 10 വർഷത്തെ ഗ്യാരണ്ടി ഇതിന് കമ്പനി പറയുന്നുണ്ട് ബോഷിൻ്റെ ഈ മെഷീന്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. ആദ്യം നമ്മൾ വയറ് പ്ലഗിൽ കൊടുത്തതിന് ശേഷം ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കണം. ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ പോരാ, ജസ്റ്റ് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാലേ ഇത് ഓണായി കിട്ടുള്ളൂ. നന്നായിട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഈ സ്ക്രീനൊന്ന് എല്ലാതും ഒന്ന് ഓണായിട്ട് വരും. അതിനുശേഷം നമ്മൾ എന്താണോ നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ആദ്യം നമുക്ക് വാഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വാഷ് ടൈപ്പ് ആദ്യം നോക്കുക. മൈൽഡ് ഉണ്ട്, നോർമൽ ഉണ്ട്, ഇൻറ്റൻസ് ഉണ്ട്. നമുക്ക് മൈൽഡ് വാഷാണെന്നുണ്ടെങ്കിൽ അതിൽ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് നമുക്ക് നോർമലിലോട്ട് വരും, ഒന്നുകൂടെ പ്രസ് ചെയ്ത് നമുക്ക് ഇൻറ്റൻസിലോട്ട് വരും. രണ്ടാമത്തേത് എന്ന് വെച്ചാൽ സോക്ക് ചെയ്യുക. നമുക്ക് തുണികൾ സോക്ക് ചെയ്തിടാനാണ്, ജസ്റ്റ് ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സോക്ക് ബട്ടണിൽ അമർത്തുക. അത് ഫസ്റ്റ് അമർത്തുമ്പോൾ നമുക്ക് 15 മിനിറ്റ് കിട്ടും. രണ്ടാമത്തേത് 30 മിനിറ്റ് അമർത്തുമ്പോൾ കിട്ടും. 60ലോട്ട് വരണമെങ്കിൽ ഒന്നുകൂടെ അമർത്തണം. അങ്ങനെ 3 പ്രാവശ്യം അമർത്താം. നമുക്ക് ഏതിലാണോ എത്ര മിനിറ്റാണോ ഇടേണ്ടതെന്നുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ ആക്കി വെക്കുക. അതുപോലെ തന്നെ വാട്ടർ ലെവല് നമുക്ക് 1 ആണോ 2 ആണോ, ഒരുപാട് തുണികളുണ്ടെങ്കിൽ നമ്മൾ 3ലോ 4ലോ ഇടണം. അതല്ല കുറച്ച് തുണികളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1ലോ 2ലോ ഇട്ടാൽ മതി. പിന്നെ ഫേവറേറ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പ്രോഗ്രാം നമുക്ക് ചെക്ക് ചെയ്യാം. പ്രോഗ്രാം നമുക്ക് സ്മാർട്ട് സജസ്റ്റ് ആണ് ഓൾറെഡി ഇതിൽ വരുന്നത്, ഓട്ടോമാറ്റിക്കായി വരുന്നത്. നമുക്ക് പിന്നെ അത് വേണ്ട, നമുക്ക് ക്വിക്ക് വാഷാണ്. നമുക്ക് എവിടേക്കെങ്കിലും ധൃതിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വേഗം വാഷ് ചെയ്ത് തീരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് വാഷിലിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുണികളൊന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഇടാം. പിന്നെ അതുപോലെ തന്നെ ഡെലിക്കേറ്റ്സ്, പിന്നെ അടുത്തത് വരുന്ന ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റ് മാത്രമുള്ള വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഇടാം. പിന്നെ വൈറ്റ്സ്, വെറും വെള്ള തുണികൾ മാത്രമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിലോട്ട് മാറ്റാം. പിന്നെ കോട്ടൺ തുണികൾ, അതുപോലെ തന്നെ പിന്നെ ലാസ്റ്റ് വരുന്ന ടബ് ക്ലീനാണ്. ഈ ടബ് ക്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻ്റെ ഉള്ളിലുള്ള ടബ് ക്ലീൻ ചെയ്യലാണ്. അത് ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ ചെയ്താൽ മതി. പിന്നെ അടുത്തത് വരുന്നത് റിൻസ്, സ്പിന്ന്, ഡിലേ. ഇത് നമുക്ക് വാഷാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാഷ് വരും നമുക്ക് മെഷീൻ ഓണാകുമ്പോൾ തന്നെ. അതല്ല നമുക്ക് വാഷ് വേണ്ട, റിൻസും സ്പിന്നും എന്നുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആദ്യം ഈ സ്റ്റാർട്ട് ബട്ടൺ അമർത്തിയതിന് ശേഷം നമുക്ക് പ്രോഗ്രാം എന്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം അത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പ്ലേ ബട്ടൺ ചെയ്താൽ മതി. ഇതിൻ്റെ മുന്നേ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്ലേ ബട്ടൺ അമർത്തിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെഷീനിൽ സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു പ്രോഗ്രാം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എറർ കീ വരും. ഈ മെഷീൻ്റെ സൈഡിലായിട്ട് നമുക്ക് എറർ കീ കാണിച്ചു തന്നിട്ടുണ്ട്. ഏത് എററാണോ നമ്മൾ മെഷീനിൽ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എറർ ഏതാണെന്നുണ്ടെങ്കിൽ അത് ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനുള്ള സൊല്യൂഷനും ഇതിൽ അവർ പറയുന്നുണ്ട്, കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ ഒരു പരിധിവരെ നമുക്കതിന് ഏത് എററാണോ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.